ഗുഡ് മോർണിംഗ്. ഇതാണ് അവസ്ഥ. എത്ര നേരമായി എന്നറിയോ വീഡിയോ എടുക്കാൻ തുടങ്ങിയിട്ട്? ഇപ്പം ഏകദേശം 10 മണി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഗുഡ് മോർണിംഗ് അല്ല, ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുമ്പോൾ എന്തായാലും ഗുഡ് ആഫ്റ്റർനൂൺ ആയിട്ടുണ്ടാവും. അതിന് ഈവനിങ് ആവുമോ എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. അപ്പോൾ ഗുഡ് മോർണിംഗ് പറഞ്ഞ എല്ലാവരോടും പറയ്. ഗുഡ് മോർണിംഗ് പറയ്. ഗുഡ് മോർണിംഗ്. ഞാൻ ആദ്യം ഇവനൊന്ന് ഒഴിവാക്കട്ടെ ഏട്ടാ, എന്നിട്ട് നമുക്ക് ബാക്കി പറയാം. സൺഡേ ടെക് ടൈമിന്റെ 56ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലാസ്റ്റ് വീക്ക് നല്ല ബിസി ആയിരുന്നു, അതുകൊണ്ട് തന്നെ വേറെ വീഡിയോസോ കാര്യങ്ങളോ ഒന്നും അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിച്ചില്ല. പിന്നെ ക്ലൈമറ്റും നല്ല അടിപൊളി ക്ലൈമറ്റാണ്. മഴ, തണുപ്പ്, വെയിൽ എല്ലാതും നിൽക്കുന്നുണ്ട്. സോ സൗണ്ടും ചെറുതായി പോയി തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും വലിച്ചു കിട്ടുന്നില്ല, നമുക്ക് നമ്മളുടെ ഫസ്റ്റ് ന്യൂസിലോട്ട് കിടക്കാം. iOS 18.2ന്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ലാസ്റ്റ് വീക്ക് ആപ്പിൾ പുറത്തു വിട്ടിട്ടുണ്ട്. ആ ഒരു അപ്ഡേറ്റ് വഴി ഒരുപാട് AI ഫീച്ചേഴ്സും ആപ്പിൾ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ജെൻ ഇമോജി, വിഷ്വൽ ഇന്റലിജൻസ്, പിന്നെ ചാറ്റ് GPT ഇന്റഗ്രേഷൻ, ഇമേജ് പ്ലേ ഗ്രൗണ്ട് എന്ന് പറയുന്ന ഒരുപാട് ഫീച്ചേഴ്സാണ് ആപ്പിൾ ഈ ഒരു അപ്ഡേറ്റ് വഴി പുറത്തു കൊണ്ടുവന്നിട്ടുള്ളത്. നമ്മളുടെ 16+ ഞാൻ ആ ഒരു അപ്ഡേഷൻ ചെയ്തു, പക്ഷെ ഇതിന്റെ കൺട്രി, അതായത് അതിന്റെ റീജിയൻ ഇതുവരെ മാറ്റിയിട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു AI ഫീച്ചേഴ്സ് ഒന്നും തന്നെ, ഇത് നല്ല ഒരു തരത്തിലുള്ള AI ഫീച്ചേഴ്സും ഈ ഒരു ഫോണിൽ സപ്പോർട്ട് ചെയ്യില്ല. പക്ഷെ എൻ്റെ ഐപാഡിൽ ഞാൻ ഈ പറയുന്ന റീജിയൻ മാറ്റിയിട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളെല്ലാം, ഈവൻ പുതിയ സിരിയൊക്കെ നമുക്ക് അതിൽ യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇത് പിന്നെ വരട്ടെ, ഇന്ത്യയിലോട്ട് ഒഫീഷ്യലായിട്ട് വരുന്ന സമയത്ത് യൂസ് ചെയ്യാമെന്ന് കരുതി. അപ്പം അങ്ങനെയാണ് iOS 18.2 ലാസ്റ്റ് വീക്ക് ആപ്പിൾ പുഷ് ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ച് OnePlus ന്യൂസുകളാണ്. OnePlus 11ൽ Android 15 ബേസ്ഡ് Oxynoise 15ന്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ലാസ്റ്റ് വീക്ക് OnePlus പുഷ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിലടക്കം ആ ഒരു അപ്ഡേഷൻ ഇപ്പോൾ ചെയ്യാനായിട്ട് സാധിക്കും. ഒരുപാട് AI ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൂടാതെ അതിൻ്റെ അനിമേഷൻസ്, മൊത്തത്തിലുള്ള ഐക്കൺ പാക്ക്, മൊത്തത്തിലൊരു റിഫൈൻഡ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എന്നുള്ളതാണ് റിവ്യൂ കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. എന്തായാലും എൻ്റെ OnePlus Nord 4 എന്ന് പറയുന്ന ഈ ഒരു ഫോണിൽ ഈ ഒരു മാസം തന്നെ Android 15 ബേസ്ഡ് Oxynoise 15ന്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അത് കിട്ടിയതിന് ശേഷം മൊത്തത്തിലൊരു ഡീറ്റെയിൽഡ് റിവ്യൂ ഈ ഒരു Oxynoise 15നെ കുറിച്ച് ഞാൻ ചെയ്യാം. ഓക്കെ, അതേപോലെ OnePlus Pad 2 ഉപയോഗിക്കുന്നവർക്കും Oxynoise 15 ബേസ്ഡ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് OnePlus പുഷ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. എൻ്റെ കയ്യിലുള്ള ഡിവൈസിൽ ഇതുവരെ വന്നിട്ടില്ല, ഞാൻ വരും ദിവസങ്ങളിൽ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഡിസ്പ്ലേയിൽ ഗ്രീൻ ലൈൻ വരുന്ന ഇഷ്യൂ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്തത് അത് OnePlus എന്ന് പറയുന്ന ബ്രാൻഡായിരുന്നു. അവരുടെ ഒരുവിധം എല്ലാ മോഡലുകളിലും ഇത്തരത്തിലുള്ള ഗ്രീൻ ലൈൻ ഇഷ്യൂ വന്നിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ച് മറ്റ് ഫോണുകളിൽ ഇല്ല എന്നുള്ളതല്ല കേട്ടോ. ഐക്യൂല്, വിവോയില്, സാംസങ്ങിൽ, ഐഫോൺസിൽ, അങ്ങനെ എല്ലാ കമ്പനിയിലും ഉണ്ടായിരുന്നു. പക്ഷെ OnePlusൽ അതൊരു ഇച്ചിരി കൂടുതലായിരുന്നു എന്ന് മാത്രം. എനിവേ, ആ ഒരു സമയത്ത് അവർ ഫ്രീ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊക്കെ തന്നിരുന്നു. ഇപ്പോൾ ഇനി മുതൽ ഇറങ്ങുന്ന OnePlus ഫോണുകളിൽ ഇത്തരത്തിലുള്ള ഗ്രീൻ ലൈൻ ഇഷ്യൂ വരികയാണെന്നുണ്ടെങ്കിൽ ലൈഫ് ടൈം വാറന്റിയോട് കൂടിയിട്ട് അവർ റീപ്ലേസ്മെന്റ് തരും എന്നുള്ള ഒരു ഓഫർ OnePlus പുറത്തു വിട്ടിട്ടുണ്ട്. സോ അതൊരു നല്ല കാര്യം തന്നെയാണ് കേട്ടോ. ഡിസ്പ്ലേക്ക് ഗ്രീൻ ലൈൻ വരികയെന്നുണ്ടെങ്കിൽ ലൈഫ് ടൈം വാറന്റി ഒരു നല്ല അടിപൊളി തീരുമാനം തന്നെയാണ്. അറ്റ്ലീസ്റ്റ് അവരത് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ, അത് തന്നെ വലിയ കാര്യം. എനിവേ, ഇനി ഇത്തരത്തിലുള്ള ഗ്രീൻ ലൈൻ ഇഷ്യൂ കാര്യങ്ങളെല്ലാം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഡബിൾ ലെയർ ചെക്കിങ് കാര്യങ്ങളെല്ലാം അവരുടെ സൈഡിൽ നിന്ന് ഉണ്ടായിരിക്കും എന്ന് പറയുന്നുണ്ട്. പുതിയൊരു ടെക്നോളജി യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ അവരുടെ Q&A ഡിപ്പാർട്ട്മെന്റ് ഉണ്ടല്ലോ, അതൊക്കെ കുറച്ചും കൂടി കാര്യക്ഷമമായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. സോ ഇനിയുള്ള OnePlus ഫോണുകളിൽ ഇത്തരത്തിലുള്ള ഗ്രീൻ ലൈൻ വരില്ല എന്ന് വിചാരിക്കാം. വന്നു കഴിഞ്ഞാലും വാറന്റിയോട് കൂടിയിട്ട്, ലൈഫ് ടൈം വാറന്റിയോട് കൂടി അവർ റീപ്ലേസ് ചെയ്ത് തരും. എൻ്റെ OnePlus 80 എന്ന് പറയുന്ന ഫോണിൽ ഇത്തരത്തിലൊരു ഗ്രീൻ ലൈൻ വന്നായിരുന്നു. ഞാനത് സർവീസ് സെന്ററിൽ കാണിച്ചപ്പോൾ അവർ ചെക്ക് ചെയ്തപ്പോൾ അതിൻ്റെ ഫ്രെയിമിൽ ചെറിയൊരു ചെളുക്ക് കണ്ടു. കുറേ മുന്നേ വീണതായിരുന്നു അത്, പക്ഷെ അതുകൊണ്ട് അവരത് റിജക്ട് ചെയ്തു. എനിക്കതൊരു വീഡിയോ ഒക്കെ എടുത്ത് ഒന്ന് ചെയ്യണം എന്നുണ്ടായിരുന്നു, പക്ഷെ എന്നെ അറ്റൻഡ് ചെയ്തത് ഒരു ലേഡി ആയിരുന്നു. അപ്പോൾ അവരുടെ പെർമിഷൻ ഇല്ലാതെ അവരെ വീഡിയോ എടുക്കാമെന്നൊക്കെ പറയുന്നത് മോശമല്ലേ. ഞാനൊന്ന് ചോദിച്ചപ്പോഴും അവരത് പറ്റില്ല എന്ന് പറഞ്ഞു. സോ അങ്ങനെയാണ് OnePlus 80ൽ ഗ്രീൻ ലൈൻ ഇഷ്യൂ വന്നപ്പോൾ ഉണ്ടായത്. മേ ബി അവർ പറഞ്ഞത് അത് റീപ്ലേസ്മെന്റ് കിട്ടുമെന്നുള്ളത് തന്നെയാണ്, പക്ഷെ ആ ഒരു ഡെന്റ് മാർക്ക് ഉള്ളത് കൊണ്ട് അത് ഒഴിവായി പോയി. അതേപോലെ നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് OnePlus Ace 5 എന്ന് പറയുന്ന ഫോണിന്റെ ലീക്ക്ഡ് ഇമേജ് കാര്യങ്ങളെല്ലാം. ഇതിപ്പോൾ ഇവിടെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ഫോണായിരിക്കും OnePlus 13R എന്ന് പറഞ്ഞിട്ട് അടുത്ത മാസം ജനുവരി മാസത്തിൽ നമുക്ക് 13ന്റെ കൂടെ കിട്ടാനായിട്ട് പോകുന്നത്. സോ ഡിസൈനിന്റെ കാര്യത്തിലൊന്നും കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങളൊന്നുമില്ല. നമ്മളുടെ സ്നാപ്ഡ്രാഗൺ 8 Gen 3 എന്ന് പറയുന്ന ചിപ്സെറ്റ് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ഫോൺ വരാനായിട്ട് പോകുന്നത്. ഇതിന്റെ പെർഫോമൻസ് സ്കോർ കാര്യങ്ങളൊക്കെ, അതായത് ബെഞ്ച് മാർക്ക് സ്കോർ കാര്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. സോ ജനുവരിയിൽ OnePlus 13R എന്ന് പറയുന്ന ഫോൺ ഈ ഒരു ഡിസൈനിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. റിയൽമിയുടെ സൈഡിൽ നിന്ന് 14X എന്ന് പറയുന്ന ഒരു ഫോൺ ഈ മാസം 18-ാം തീയതി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. ഈ ഒരു ഫോണിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് 15,000 രൂപയ്ക്ക് താഴെ IP69ന്റെ ഡസ്റ്റ് ആൻഡ് വാട്ടർ പ്രൊട്ടക്ഷനോട് കൂടിയിട്ട് വരുന്ന ആദ്യത്തെ ഫോണായിരിക്കും ഈ ഒരു റിയൽമി 14X എന്ന് പറയുന്ന മോഡൽ. സോ റിയൽമി 14X 18-ാം തീയതി 15,000 രൂപയ്ക്ക് താഴെ IP69ന്റെ
റേറ്റിംഗോട് കൂടിയിട്ട് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട്. iQOO13 സെയിൽ ലാസ്റ്റ് വീക്ക് ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാനും ഒരെണ്ണം പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അടിപൊളി ഫോൺ കേട്ടോ. എല്ലാം തികഞ്ഞ ഫോൺ എന്നൊക്കെ പറയില്ലേ, ആ ഒരു കാറ്റഗറിയിൽ പെടുത്താൻ പറ്റുന്ന ഫോൺ. ഒരു 1.5 മുതൽ. എന്തായാലും ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ ഞാൻ വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യാം. എനിവേ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 256 GB ഇന്റേണൽ മെമ്മറി വേരിയന്റിന് 54,999. അതുകൂടാതെ 512 GB ഇന്റേണൽ മെമ്മറി വേരിയന്റിന് 59,999. പിന്നെ 3000 രൂപയുടെ കാർഡ് ഓഫർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ iQOO13 ഇപ്പോൾ വാങ്ങാം. ലാവ ബ്ലേസ് ഡുവോ എന്ന് പറയുന്ന ഫോൺ നാളെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട്. അതായത് 16-ാം തീയതി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട്. ആമസോൺ വഴിയാണ് ഈ ഒരു ഫോൺ വാങ്ങാനായിട്ട് സാധിക്കുക. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ പുറകിലും വേറൊരു കുഞ്ഞിയ ഡിസ്പ്ലേ ഉണ്ടായിരിക്കും. അതായത് ലാവ അഗ്നി 3 നമ്മൾ കണ്ടില്ലേ, എനിക്ക് അതേ സെയിം ഫോണായിട്ട് തന്നെയാണ് തോന്നിയത്. ജസ്റ്റ് റീബ്രാൻഡ് ചെയ്തു, റീനെയിം ചെയ്തു എന്നുള്ളത് മാത്രമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇനി ഡിമെൻസിറ്റി 7025 എന്ന് പറയുന്ന പ്രൊസസർ തന്നെയാണ് ഇതിനെയും പവറപ്പ് ചെയ്യുന്നത്. സോ 20,000 രൂപയ്ക്ക് താഴെയൊക്കെ തന്നെയാണ് ഇതിൻ്റെയും പ്രൈസ് എക്സ്പെക്ട് ചെയ്യുന്നത്. നാളെ ലാവ ബ്ലേസ് ഡുവോ എന്ന് പറയുന്ന 2 ഡിസ്പ്ലേ ഉള്ള ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട്. ലാവയുടെ സൈഡിൽ നിന്ന് O3 Pro എന്ന് പറയുന്ന ഒരു ഫോൺ ലാസ്റ്റ് വീക്ക് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ആമസോൺ വഴി 6,999 രൂപയ്ക്ക് നമുക്കിത് വാങ്ങാനായിട്ട് സാധിക്കും. 6.56 ഇഞ്ച് വരുന്ന HD+ ഡിസ്പ്ലേ, 50 മെഗാ പിക്സലിന്റെ റിയർ ക്യാമറ, അതുകൂടാതെ 5000 mAh ബാറ്ററിക്ക് 10 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് ഒക്കെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. സോ ഒരു 8,000 രൂപയ്ക്ക് താഴെ 7,000 രൂപയ്ക്കൊക്കെ താഴെ ഫോണുകൾ നോക്കുന്നുണ്ടെങ്കിൽ ലാവ O3 Pro എന്ന് പറയുന്ന ഈ ഒരു ഫോൺ കൂടി പരിഗണിക്കാം. ഷവോമിയുടെ സൈഡിൽ നിന്നുള്ള റെഡ്മി നോട്ട് 14 സീരീസ് ഫോണുകളുടെ സെയിൽ ലാസ്റ്റ് വീക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. റെഡ്മി നോട്ട് 14 ആമസോൺ വഴിയാണ് സെൽ ചെയ്യുന്നത്. 17,999 രൂപ മുതലാണ് അതിന്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. റെഡ്മി നോട്ട് 14 Pro അത് ഫ്ലിപ്കാർട്ട് വഴിയാണ് സെൽ ചെയ്യുന്നത്. 24,999 രൂപ മുതലാണ് അതിന്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ഒരു ഫോൺ ഞാൻ ഒരെണ്ണം ഓർഡർ ചെയ്തിട്ടുണ്ട്. നാളെ എൻ്റെ കയ്യിൽ അത് കിട്ടും. നാളെയാണ് ഡെലിവറി ഡേറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. സോ അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ ഞാനത് ഷെയർ ചെയ്യാം. അതുകൂടാതെ റെഡ്മി നോട്ട് 14 Pro Plus എന്ന് പറയുന്നതിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 29,999. ആ ഒരു മോഡലും നമുക്ക് ഫ്ലിപ്കാർട്ട് വഴിയാണ് വാങ്ങാനായിട്ട് സാധിക്കുക. സോ നോട്ട് സീരീസുകൾ അത്യാവശ്യം നല്ല ഒരു ഡീസൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ് തരാറ്. പ്രാവശ്യം എങ്ങനെ ഉണ്ടെന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണേണ്ട വരും. എന്തായാലും ഈ റെഡ്മി നോട്ട് 14 സീരീസുകളുടെ സെയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. റിയൽമി നിയോ 7 എന്ന് പറയുന്ന ഫോൺ ലാസ്റ്റ് വീക്ക് ചൈനയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. കിഡിലൻ സ്പെക്കിലാണ് കേട്ടോ ആ ഒരു ഫോൺ വരുന്നത്. കിഡിലൻ സ്പെക്ക് എന്ന് പറഞ്ഞാൽ കിഡിലൻ സ്പെക്ക്, അതായത് ഡിമെൻസിറ്റി 9300+ എന്ന് പറയുന്ന കഴിഞ്ഞ വർഷത്തെ ഫ്ലാഗ്ഷിപ്പ് പ്രൊസസ്സറാണ് അതിനെ പവറപ്പ് ചെയ്യുന്നത്. അതുകൂടാതെ 7000 mAh ബാറ്ററി, 5000 6000 ഒന്നല്ല, 7000 mAh ബാറ്ററിയാണ് ആ ഒരു ഫോണിൽ വരുന്നത്. 6000 പീക്ക് ബ്രൈറ്റ്നസ് സപ്പോർട്ട് ചെയ്യുന്ന ഡിസ്പ്ലേ വരുന്നുണ്ട്. IP69 ഡസ്റ്റ് ആൻഡ് വാട്ടർ പ്രൊട്ടക്ഷനും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ മൊത്തത്തിൽ ഒരു കിഡിലൻ സ്പെക്കിലാണ് ആ ഒരു ഫോൺ വരുന്നത്. ഇന്ത്യയിലോട്ട് ഈ ഒരു ഫോൺ വരുമോ ഇല്ല എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണേണ്ട വരും. അറിഞ്ഞെടുത്തോളം ഒരു 35,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇന്ത്യയിൽ ആ ഒരു ഫോൺ ലോഞ്ച് ചെയ്യുമെന്നാണ് കേട്ടത്. മിക്സഡ് റിയാലിറ്റി ഹെഡ്സെറ്റുകൾക്ക് വേണ്ടിയിട്ട്, അതായത് VR XR ഹെഡ്സെറ്റുകൾ ഉണ്ടല്ലോ, അതിന് വേണ്ടിയിട്ട് ഗൂഗിളിന്റെ സൈഡിൽ നിന്ന് ഒരു പുതിയ ഓപ്പറേറ്റിംഗ് സിസ്റ്റം പുറത്തിറങ്ങിയിട്ടുണ്ട്. ആൻഡ്രോയിഡ് XR എന്നുള്ളതാണ് അതിന് പേരിട്ടിരിക്കുന്നത്. ഇതിൽ ഈ XR എന്ന് പറയുന്നത് എക്സ്റ്റെൻഡഡ് റിയാലിറ്റി എന്നുള്ളതാണ് മീൻ ചെയ്യുന്നത്. എനിവേ നമുക്ക് ആൻഡ്രോയിഡ് 15 കിട്ടുന്ന എല്ലാ AI ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഇതിലും സപ്പോർട്ട് ചെയ്യും. അതായത് സർക്കിൾ ടു സെർച്ച്, ലൈവ് ട്രാൻസ്ലേഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആയിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. അതായത് AI ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്ന ഒരു സോഫ്റ്റ്വെയർ തന്നെയാണെന്നാണ് പറയുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ അറിയാം. കാരണം ഇത് എങ്ങനെ ഇതൊക്കെ വർക്ക് ചെയ്യും എന്നുള്ളത് നമുക്ക് പ്രാക്ടിക്കൽ സൈഡിലോട്ട് വരുമ്പോഴേ അറിയുള്ളൂ. പിന്നെ പുതിയൊരു സോഫ്റ്റ്വെയർ ആണ്. സോ അങ്ങനെ. പിന്നെ നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് സാംസങ്ങിന്റെ സൈഡിൽ നിന്ന് ഇനി വരാൻ പോകുന്ന XR ഹെഡ്സെറ്റിന്റെ ഒരു കൺസെപ്റ്റ് ഡിസൈൻ എന്ന് പറയുന്നത്. ഈ ഒരു ഡിവൈസിൽ ഈ പറയുന്ന ആൻഡ്രോയിഡ് XR എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ആയിരിക്കും യൂസ് ചെയ്യുക. വിവോയുടെ സൈഡിൽ നിന്നുള്ള X200 സീരീസ് ഫോണുകളുടെ സെയിൽ ലാസ്റ്റ് വീക്ക് ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആമസോൺ വഴിയാണ് ഈ 2 മോഡൽ ഫോണുകളും സെല് ചെയ്യുന്നത്. X200ന്റെ പ്രൈസ് വരുന്നത് 65,999. X200 Proന്റെ പ്രൈസ് വരുന്നത് 94,999. ഇതിൽ ഈ ഒരു X200 Pro എന്ന് പറയുന്നത് കിഡിലൻ ക്യാമറ ഔട്ട്പുട്ട് ആണെന്ന് പറയുന്നത്. DSLR മാറി നിൽക്കുന്ന ഒരു ഔട്ട്പുട്ടാണെന്ന് പറയുന്നുണ്ട്. സോ ആമസോൺ വഴി ഒന്ന് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കുക. അതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് അറിയാം. ഇനി വരാൻ പോകുന്ന iPhone 17 Pro സീരീസുകൾക്ക് വേണ്ടിയിട്ടാണെന്ന് പറയുന്ന രീതിക്കുള്ള ഒരു കേസിന്റെ ഫോട്ടോയും അതേപോലെ ഒരു ഐഫോണിന്റെ ഫോട്ടോസും ലാസ്റ്റ് വീക്ക് തൊട്ട് ഇങ്ങനെ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ഇത്തരത്തിലായുള്ള ഒരു ഡിസൈനിലായിരിക്കും iPhone 17 Pro സീരീസ് വരിക എന്ന് പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നില്ല കേട്ടോ ഇത്തരത്തിലുള്ള ഡിസൈൻ വരും എന്നുള്ളത്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ Google Pixel 9 ഉണ്ടല്ലോ,
അതിലാരോ പണി പിടിച്ചതായിട്ടാണ് തോന്നിയത്. എന്തായാലും ഇങ്ങനെയും പറയുന്നുണ്ട്, കത്തിരുന്ന് കാണാം. ഷവോമിയുടെ സൈഡിൽ നിന്ന് റെഡ്മി ബഡ്സ് 6 എന്ന് പറയുന്ന ഒരു TWSന്റെ സെയിൽ ലാസ്റ്റ് വീക്ക് ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 49 GB ഹൈബ്രിഡ് ANC സപ്പോർട്ട്, അതുകൂടാതെ 360 ഡിഗ്രിയുടെ സ്പേഷ്യൽ ഓഡിയോ ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. 12.4 mm ടൈറ്റാനിയം ഡ്രൈവർ, 42 മണിക്കൂറിന്റെ പ്ലേ ബാക്ക് ടൈം ഒക്കെ കിട്ടും എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകതയായിട്ട് പറയുന്നത്. എനിവേ ആമസോണിൽ ഇത് സെല് ചെയ്യുന്നത് 2799 രൂപയ്ക്കാണ്. സോ 3000 രൂപ പ്രൈസ് റേഞ്ചിൽ നിങ്ങൾ ഒരു TWS നോക്കുന്നുണ്ടെങ്കിൽ റെഡ്മി ബഡ്സ് 6 കൂടി കൺസിഡർ ചെയ്യാം. അതേപോലെ ഷവോമിയുടെ സൈഡിൽ നിന്ന് സൗണ്ട് ഔട്ട്ഡോർ സ്പീക്കർ എന്ന് പറയുന്ന ഒരു ബ്ലൂടൂത്ത് സ്പീക്കറും സെയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ നിലവിൽ ഫ്ലിപ്കാർട്ടിലും ആമസോണിലും കണ്ടില്ല, പക്ഷേ ഷവോമിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഇതിന്റെ സെയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ സ്ഥലങ്ങളിലോട്ടും ഷിപ്പിങ്ങും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. എനിവേ ഇതിന്റെ ഒരു പ്രൈസ് കാണിക്കുന്നത് 3999 രൂപ മുതലാണ്. സോ നിങ്ങൾ നല്ല ബ്ലൂടൂത്ത് സ്പീക്കർ നോക്കുന്നുണ്ടെങ്കിൽ ഇതുകൂടി ഷവോമി സൗണ്ട് ഔട്ട്ഡോർ എന്ന് പറയുന്ന ഈ ഒരു ഡിവൈസ് കൂടി കൺസിഡർ ചെയ്യാം. ആപ്പിള് ഹിഞ്ച് മെക്കാനിസത്തിൽ പുതിയൊരു പാറ്റന്റ് എടുത്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഹിഞ്ച് മെക്കാനിസം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോൾഡ് ഫ്ലിപ്പ് ഫോണുകൾ ആ മടങ്ങുന്ന ഭാഗമുണ്ടല്ലോ, സോ അതിൽ ഒരു പാറ്റന്റ് എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ആ പാറ്റന്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. ആ ഒരു ഡിസൈൻ എങ്ങനെയായിരിക്കും എന്നുള്ളതിൻ്റെ ഒക്കെ സ്കെച്ച് പുറത്ത് വന്നിട്ടുണ്ട്. സോ അതൊക്കെ ഞാനിവിടെ കൊടുക്കാം. എനിവേ ആപ്പിൾ ഓൾറെഡി ഡിലേ ആണ്, കാരണം സാംസങ്ങിനെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ 6th ജനറേഷൻ ഒക്കെയാണ് ഇപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആപ്പിൾ ഇതുവരെ 1st ജനറേഷൻ ഈവൻ അതിൻ്റെ പാറ്റന്റ് പോലും അവർ എടുത്തിട്ടില്ല. സോ നമുക്ക് അധികം വൈകാതെ ആപ്പിളിന്റെ സൈഡിൽ നിന്ന് ഇത്തരത്തിലൊരു ഫോൾഡബിൾ ഫോൺ വരുന്നുണ്ട് എന്നുള്ള ഒരു വാർത്ത കേൾക്കാനായിട്ട് സാധിക്കും. പിന്നെ റൂമറുകൾ പറയുന്നത് ആപ്പിളിന്റെ സൈഡിൽ നിന്ന് ഫോണുകൾ മാത്രമായിരിക്കില്ല, ഐപാഡുകൾ, വേറെ ഒരുപാട് ഡിവൈസുകൾ ഇത്തരത്തിലുള്ള ഫോൾഡ് മെക്കാനിസത്തിൽ വരും എന്ന് പറയുന്നുണ്ട്. സോ കാത്തിരുന്ന് കാണാം. ഇനി നമ്മളുടെ അവസാന ന്യൂസ്, അടുത്ത വർഷം വിവോയുടെ സൈഡിൽ നിന്ന് ഒരു സബ് ബ്രാൻഡ് കൂടി ഉണ്ടാവും എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ നിലവിൽ നോക്കുകയാണെങ്കിൽ വിവോയുടെ അണ്ടറിലാണ് IQ വരുന്നത്. IQ ആണെങ്കിൽ നല്ല പോലെ പെർഫോം ചെയ്യുന്ന ഒരു ബ്രാൻഡാണ്. നല്ല അഗ്രസീവ് ആയിട്ടുള്ള പ്രൈസിങ്ങിൽ നല്ല പ്രൊഡക്റ്റുകളാണ് കിട്ടുന്നത് താനും. സോ ഇനി JOVI എന്ന് പറയുന്ന JOVI എന്ന് പറയുന്ന പുതിയൊരു ബ്രാൻഡ് കൂടി, സബ് ബ്രാൻഡ് കൂടി വിവോ പുറത്തിറക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. സോ അത് ഡിവൈസുകളായിരിക്കും, മൊബൈൽ ആയിരിക്കും, അതോ സോഫ്റ്റ്വെയർ ആയിരിക്കും, അത് വേറെ എന്തെങ്കിലും ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല. എന്തായാലും പുതിയൊരു സബ് ബ്രാൻഡ് വിവോയുടെ സൈഡിൽ നിന്ന് അടുത്ത വർഷം എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. സോ അത്രയ്ക്കാണ് ഈ ഒരാഴ്ചത്തേക്ക് വേണ്ടി ഞാൻ തപ്പിപ്പിടിച്ച ന്യൂസുകൾ. സോ നമ്മൾ സാധാരണ രാവിലത്തെ സമയം തന്നെ അപ്ലോഡ് ചെയ്യാറുണ്ട്, 7 മണിക്ക് മുന്നായിട്ടൊക്കെ അപ്ലോഡ് ചെയ്യാറുണ്ട്. ഇന്നിപ്പോൾ മൊത്തത്തിൽ തിരക്കായ കാരണം ഉച്ചയായി. സോ അങ്ങനെയൊക്കെയാണ് ഈ ആഴ്ചത്തെ വിശേഷങ്ങൾ പോണത്. വേറെന്താ, അപ്പം അത്രേ ഉള്ളൂ, വലിച്ചു കിട്ടുന്നില്ല. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ IQ 13ന്റെ വീഡിയോ വരുന്നുണ്ട്. ആദ്യം ഒരു ഇനീഷ്യൽ ഇംപ്രഷൻ വീഡിയോ ആണ് ആദ്യം ചെയ്യുന്നത്, അതിനുശേഷം ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ ചെയ്യാം. അപ്പം അത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഗുഡ് ബൈ. ബൈ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ പറയും. ബൈ.